റൈസ് അപ്പ് എ റിവർ, കിണറെ പൊങ്ങിവ. പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിലാണ് കിണറെ പൊങ്ങിവ എന്ന ഒരു പാട്ട് പാടുന്ന ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് പുതിയ നിയമത്തിൽപ്പെട്ട ആളുകൾക്കും നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവ് പൊങ്ങി വരണമെങ്കിൽ നമ്മൾ സ്തോത്രവും സ്തുതിപ്പുമായിട്ട് കടന്നു ചെല്ലണം. പഴയ നിയമത്തിലെ സാഹചര്യങ്ങൾ ഓരോന്നും പുതിയ നിയമത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് എങ്ങനെയെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഈ സംഖ്യാപുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ ഒരു 16 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഈ ദൈവജനത, മോശയും തൻ്റെ ഇസ്രായേൽ ജനതയും കൂടെ യാത്ര ചെയ്ത് അവർക്ക് വെള്ളത്തിന് പ്രയാസമുണ്ടായി. അവരെവിടെ എത്തിയെന്ന്, അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ, അവർക്ക് വെള്ളമില്ല, അവർ മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയാണ്, അവർക്ക് വെള്ളമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് യഹോവ മോശയോട് പറയുകയാണ്, ജനത്തെ ഒന്നിച്ച് കൂട്ടുക. വെള്ളം പലതരത്തിൽ ദൈവം കൊടുക്കുന്നതാണ്. പാറയാവുന്ന ക്രിസ്തുവിൽ കൂടെയാണ് വെള്ളം കൊടുക്കുന്നത്. പാറ അവരുടെ കൂടെ സഞ്ചരിച്ചു എന്ന് വേറെടുത്ത് പറയുന്നു. ഇവിടെ പറയുന്നത് ബേറിലേക്ക് പോയി യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണറത്. അപ്പം ആരാണ് കൊടുക്കുന്നത് പറഞ്ഞത്? ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവം തരുന്നത് വാങ്ങിച്ചെടുക്കാൻ വിനയം വരണം. നമ്മൾ മനുഷ്യൻ ചെയ്യുന്നതിനകത്ത് നമ്മൾ പോയി കൈ നീട്ടി അവൻ തന്നാൽ പിച്ചയായിട്ട് വല്ലതും തരും, അതവനവൻ്റെ ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ദൈവം പറയുന്നത് ഞാൻ വെള്ളം തരുമെന്ന്. ആ വെള്ളത്തിൻ്റെ അടുക്കൽ വേണം. അതാണ് അർത്ഥം, ഐ ആം ദ ലിവിങ് വാട്ടർ, ഹൂഎവർ ഈസ് തേഴ്സ്റ്റി കം അൺടു മീ, ഐ വിൽ ഗിവ് യു ദ ലിവിങ് വാട്ടർ. പിന്നെ അതുപോലെ യോഹന്നാൻ്റെ 7:37 പറയുന്നുണ്ട്, those who are thirsty come unto me, drink from me, from their innermost part rivers of living water will come. അപ്പം ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വരുന്നത് അത് വരുത്തിക്കേണ്ട ചുമതല ദൈവത്തിൻ്റെയാണ്. പക്ഷെ നമ്മൾ ചെന്ന് കർത്താവിനോട് സങ്കടം പറഞ്ഞു, പഴയ നിയമത്തിൽ സങ്കടം പറയുമ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ ഒരു പാട്ട് പാടാൻ തുടങ്ങി. അതാണ് ദൈവം ഒരു വാഗ്ദത്തം തന്ന പാട്ട് പാടാൻ അറിയാമോ നമുക്ക്? നമ്മൾ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം തരും, ആ നിമിഷം തൊട്ട് ശത്രു ഇളകാൻ തുടങ്ങും. ആ വാഗ്ദത്തത്തിന് വിപരീതമായിട്ട് യുദ്ധം ചെയ്യും. അന്നേരം നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ വാഗ്ദത്തം വെറുതെ ആയിപ്പോവും. ആ സമയത്ത് നമ്മൾ ഉറച്ചു നിന്നിട്ട് പറയണം. ഇവർ ചെയ്തെന്താണ്? ഇവർ പാട്ട് പാടാൻ തുടങ്ങി. എങ്ങനെയാണ് പാടിയെന്ന് നോക്കി. കിണറേ പൊങ്ങിവ, അതിന് പാടുവിൻ, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ണുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടി. അപ്പം കിണർ പൊക്കിക്കൊണ്ട് വരാനായിട്ട് ഇവർ പാടാൻ തുടങ്ങി. അപ്പം കിണർ ഇവരുടെ മുമ്പിലുള്ളവരാരാണ്ട് കിണർ കുഴിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെ പിന്നെ അങ്ങനെ പാടണ്ടല്ലോ. ഈ ഉൽപ്പത്തിയിൽ നമുക്ക് 26 നോക്കാം. ഉൽപ്പത്തി 26 22 നോക്കാം. ഇത് അബ്രഹാമിൻ്റെ കാലത്ത് കിണർ കുഴിക്കുന്ന യാക്കോബ് വന്നിട്ട് നമുക്ക് നോക്കാം. ഇസാക്ക്, അബ്രഹാമിൻ്റെ സന്തതിയായ ഇസാക്ക് വെള്ളത്തിന് വേണ്ടി കിണർ കുഴിക്കുന്ന ഭാഗം, ആ ഭാഗം ഒന്ന് വായിക്കാം, നല്ലതാണ്. അങ്ങനെ ഇസാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട്, ഞാൻ വായിക്കുന്നത് ഉൽപ്പത്തിയുടെ 26:17. അങ്ങനെ ഇസാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗെരാർ താഴ്വരയിൽ കൂടാരമടിച്ചു, അവിടെ പാർത്തു. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും, അപ്പോൾ നേരത്തെ കുഴിച്ചെന്ന് ഓർക്കണേ, അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസാക്ക് പിന്നെയും കുഴിച്ചു. അപ്പോൾ നേരത്തെ ആരാണ്ട് കുഴിച്ചു വെച്ചതാണ്. പൂർവ്വന്മാർ ഓർക്കണ്ട, പൂർവ്വന്മാർ മരിച്ചു പോയതാണ്, അവരിനിയൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണമേ, വേദപുസ്തകത്തിൽ അവർ ചെയ്തതും അവരെയും ഓർക്കുന്നത് കണ്ടോ. എന്നിട്ട് പാടുന്നത് എങ്ങനെയാണെന്ന് ഓർക്കണേ. അബ്രഹാമിൻ്റെ കാലത്ത് കഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. എൻ്റെ പിതാവ് അവർക്ക് ഇട്ടിരുന്ന പേര് തന്നെ ഇട്ടു. ഇസ്ഹാക്കിൻ്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ച് നീരുറവ കണ്ട് ആ കിണറിനെ കണ്ടു. അപ്പോൾ ഗോരാർ ദേശത്തിലെ ഇടയന്മാർ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസ്ഹാക്കിൻ്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടതുകൊണ്ട് അവർ ആ കിണറിനെ ഏശക്ക് എന്ന പേരിട്ടു. ശണ്ടയിട്ട വെള്ളമാണെങ്കിൽ ഏശക്കെന്ന് പേരിടുകയാണ്. വെള്ളത്തിന് പേരുണ്ട്. വെള്ളത്തിൻ്റെ ഉറവയ്ക്ക് പോലും പേര് മാറുന്നത് കണ്ടോ.
അവർ മറ്റൊരു കിണറിട്ടു, അവിടെ ഒരു വഴക്കുണ്ടാക്കി അതിനെ ചണ്ടയിട്ടുകൊണ്ട് സിഗ്ന എന്ന് പേരിട്ടു. അതും പോയിട്ട് രണ്ടാമത്. മൂന്നാമത് യഹോവ പിന്നെ മൂന്നാമത് അവർ മാറിക്കുഴിച്ചപ്പോൾ അവരവിടെ വന്ന് ചണ്ടയിട്ടില്ല. അപ്പോൾ കിണർ പോലും 3 പ്രാവശ്യം കുഴിച്ചു. ഒരർത്ഥം എന്തുവാ? ഒരു വാഗ്ദത്തം ദൈവം തന്നാൽ ഉടനെ അങ്ങോട്ട് കിട്ടിയില്ലെന്നിരിക്കും, മടുത്തുകൂടല്ലേ, വീണ്ടും കുഴിക്കണം, വേറെ ഇച്ചിരൂടെ മാറ്റി കുഴിക്കണം. മൂന്നാമത് കുഴിച്ചെടുത്ത് ആര് ചണ്ടയ്ക്ക് വന്നില്ലെന്ന്. ദാറ്റ് ഷോസ് നമ്മുടെ ദൃഢതയാണ്. എന്നോട് ദൈവമാണ് പറഞ്ഞെങ്കിൽ അത് ചെയ്യും. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞു. അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ? ചണ്ടയില്ലാത്തവൻ. ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സ്ഥലം നമുക്ക് വിൽക്കേണ്ടിയായിരുന്നു, കൊട്ടാരക്കര. അപ്പം ഒരു തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നില്ല, നമുക്കാണെങ്കിൽ അധികം പേരെ അറിയത്തില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു സൈൻ കർത്താവേ, എന്താണ് ഒന്നും മിണ്ടായിരുന്നു, നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്ന് ഇതിനു വേണ്ടി ഞങ്ങളൊരാളെ കാണാനായിട്ട് പോവുകയാണ് കൊല്ലത്തിന്. ഞങ്ങൾ കൊല്ലത്തോട്ട് പോകുമ്പോൾ വഴിയോരത്ത് എഴുതി വെച്ചിരിക്കുന്നു രഹോബോത്ത്. അതാണ് ഈ രഹോബോത്തിനെ കുറിച്ച് ഞാനങ്ങോട്ട് വായിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. ആ രഹോബോത്ത് എന്ന് കണ്ടപ്പം ചണ്ടയില്ലാത്ത കിണർ എൻ്റെ മുമ്പിൽ പൊങ്ങി വന്ന അതേ ഫീലിങ്ങിൽ ഞാനത് കണ്ടു. റോഡിൽ എഴുതിയതാ, പക്ഷേ എൻ്റെ ആത്മാവിനെ തൊട്ടു. ഇവിടെ ഇത് എഴുതി വെച്ചിരിക്കുന്ന ഈ മർമ്മം എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഈ രഹോബോത്ത് എന്ന് പറയുന്നത് ചണ്ടയില്ലാത്ത വെള്ളം ദൈവമാണ് നിനക്കൊഴിക്കുന്നത്. അതാ ദൈവം പലരോടും പറയുന്നത്. നിങ്ങളുടെ കണ്ണുകളുടെ മുമ്പിൽ കാണുന്ന ഒന്നും നടക്കുന്നില്ല, പക്ഷേ ഐ ആം ടെല്ലിങ് യു, ഐ ആം ഇൻ ചാർജ്, ദൈവമാണ് പറയുന്നത്. അതുപോലെ ദൈവം പറയുകയാണ്, സമാധാനം 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 3 പ്രാവശ്യം. സമാധാനം ആർക്ക് തരാൻ സാധിക്കും? യെശയ്യാ 66 പറഞ്ഞു, ഞാൻ നിനക്ക് നദി പോലെ സമാധാനം തരുമെന്ന്. അപ്പോൾ ഈ കിണറുകളെക്കുറിച്ചാണ് ഇവർ പാടുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ സംഖ്യാപുസ്തകത്തിൽ പാടുന്നത്, കിണറേ പൊങ്ങി വാ അതിന് പാടുവീൻ, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ണുകൾ കൊണ്ടും കുത്തിയ കിണർ, ആ കിണർ പൊങ്ങി വാ. അപ്പോൾ അവർ ജഡീക തലത്തിലുള്ള കിണർ തന്നെ പൊങ്ങി വരാൻ പറഞ്ഞത്. എന്നാൽ പുതിയ നിയമത്തിൽ ആത്മീക കിണറുകൾ നമ്മുടെ ഉള്ളിലില്ലേ? ആഴമേറിയ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവ് വരുമ്പം തന്നില്ലേ? അത് പാടി പാടി സ്തുതിച്ച് പൊക്കിക്കൊണ്ട് വരണ്ടേ? സ്തോത്രമെന്ന അധരയാഗത്തോടുകൂടി, അധര ഫലമാണ്. ദൈവത്തിനിപ്പോൾ പുതിയതായിട്ട് ആടുമാടുകളെയും കാളെയും ഒന്നും ആർത്തുകൊണ്ട് രക്തം ചൊരിയേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞെന്നേ, അത് തീർന്നു. ഇപ്പോൾ ആവശ്യമുള്ള എന്താ? അധരഫലം എന്ന സ്തോത്രയാഗത്തോട് ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് എൻ്റെ ഉള്ളിലുള്ള കിണറ്, എൻ്റെ മക്കളിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കിണറ് പൊങ്ങി വരട്ടെ, പൊങ്ങി വരട്ടെ, പൊങ്ങി വരട്ടെ എന്ന് നമുക്ക് പറയാം. അത് പൊങ്ങി വന്നേ ഒക്കത്തുള്ളൂ. രാവും പകലും പൊങ്ങി വരും. നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് വെള്ളം കൊടുത്തു, ദേശത്ത് വെള്ളം നിറഞ്ഞു. അതാണ് ദൈവം വെള്ളം തരുമ്പം കണക്കില്ല. അത് എത്രയോ പേര്, ഏകദേശം 15+20 ലക്ഷത്തോളം ആളുകളാണ് ഈ വെള്ളം കുടിക്കുന്നതെന്ന് ഓർക്കണം. കുറച്ചൊന്നും ആളല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടി, ചെറിയ സംഖ്യയ്ക്കല്ല ദൈവം വെള്ളം കൊടുക്കുന്നത്. ഇതിന് ബാക്കി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ മൊവാബിയറ്റ്സും ഇവരുടെയൊക്കെ ദേശത്തോടെ പോയി ഒരു വെള്ളം കൊടുക്കാതിരിക്കുന്ന സമയത്ത് യഹോവയുടെ കോപം അവർക്കുണ്ടായിട്ട് ഈ മോശയും കൂട്ടരും എല്ലാം ഇസ്രായേൽ എല്ലാ പട്ടണത്തിലും അവിടെ എല്ലാം അവരെ തോൽപ്പിച്ചിട്ട് പിന്നെ ആ നഗരം പോലും അവർ തിരിച്ചെടുക്കുന്ന കാണാം. ദൈവമക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ ദൈവത്തിനറിയാം. ശത്രുപക്ഷത്തു നിന്ന് പിടിച്ചെടുത്ത് കൊടുക്കാൻ കഴിവുള്ളത്. നമ്മുടെ പിതാക്കന്മാർ കുഴിച്ച കിണറിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാർ, പൂർവ്വന്മാർ, അമ്മയപ്പന്മാർ, വല്യമ്മച്ചിമാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉറവ നിന്നിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ ഉറവ നിന്നിട്ടുണ്ട് എങ്കിൽ അത് പൊങ്ങി വന്നിട്ട് അടുത്ത തലമുറയിലോട്ട് പകർന്നേ ഒക്കത്തുള്ളൂ. നമ്മൾ വേലി കെട്ടി വീടിനകത്ത് താമസിക്കുക, വെള്ളം അപ്പുറത്തും കാണുന്നുണ്ട്, പക്ഷേ സുനാമി വരുന്നെങ്കിൽ വീടിൻ്റെ മുകളിലോട്ട് കയറിപ്പോകും. പിന്നെ അവിടെയൊന്നും ഒരു രക്ഷയില്ല, എല്ലാം നശിച്ചു പോകും. അങ്ങനെയാണ് ദൈവം ഒരു സുനാമി അയക്കുമ്പോൾ നമ്മുടെ ഈ ചിന്താമണ്ഡലത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. അവൻ വാക്ക് പറഞ്ഞെങ്കിൽ വാക്ക് നിവർത്തിക്കാൻ വിശ്വസ്തൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ തന്നെ. നമുക്ക് അവനിൽ ആശ്രയം വെക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കടന്നു വരുവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ കൈവച്ച് അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്.
കിണറേ പൊങ്ങിവ എന്ന് വിളിക്കാൻ തക്കവണ്ണം പിതാക്കന്മാരവരുടെ ദണ്ണുകൊണ്ട്, രാജദണ്ണുകൊണ്ട് കുഴിച്ച കിണർ. അബ്രഹാമിൻ്റെ തലമുറയ്ക്ക് മുൻപേ അവിടെ കുഴിച്ചിരുന്നെന്ന് പറയുന്നു. എന്നാൽ അബ്രഹാം കുഴിച്ച കിണറിന് പേരിട്ട് പിന്നെ ഒരു ഫിലിസ്റ്റീൻസ് വന്നത് മൂടിക്കളഞ്ഞു. എന്നാൽ ഇസഹാക്കിൻ്റെ കാലത്ത് ആ കിണറുകളെല്ലാം അവർ പൊക്കാൻ നോക്കി. 1, 2 കിണറിന് ശണ്ടയുടെ കിണറെന്ന് പേരിട്ടു. എന്നാൽ 3-ാമത്തെ കിണർ പൊക്കിയപ്പോൾ, കുഴിച്ചു മാറ്റി മണ്ണ് മാറ്റിയപ്പോൾ അവിടെ ശണ്ടയില്ലായിരുന്നു, രഹോബാത്ത് എന്ന് പേരിട്ടു. ശണ്ടയില്ലാത്ത വെള്ളം കിണറിൽ നിന്ന് പൊങ്ങി വരുത്തുവാൻ നിനക്കല്ലാതെ ആർക്ക് കഴിയും? നാഥൻ്റെ മുമ്പിലേക്ക്, നിങ്ങളുടെ തലമുറകളിലേക്ക് ആ കിണറ്റിനകത്തുള്ള വെള്ളം പൊങ്ങി വന്നിട്ട് അവരുടെ തലമേൽ, അവരുടെ അടുത്ത തലമുറകളിൽ ചെന്ന് വീണിട്ട് ഈ ദൈവത്തിൻ്റെ വിശ്വസ്തത, തലമുറയുടെ വിശ്വസ്തത അത് കർത്താവ് വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകി ചെന്ന് വീഴും. അവരുടെ ആരുടെ നന്മ കൊണ്ടല്ല പിച്ച, ഒരു നന്മയില്ല അവർക്ക്. പക്ഷേ നന്മയുള്ള ദൈവത്തെയാണ് ഞങ്ങൾ നോക്കുന്നത്. അവരുടെ ബലഹീനതകളെയും പാപങ്ങളെയും കുറവുകളെയും രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് വെട്ടിപ്പാക്കി അവരുടെ മനസ്സാക്ഷിയെ ശുദ്ധമാക്കി ദൈവവചനത്തെ അനുസരിക്കുന്ന മക്കളാക്കി കർത്താവെ നിൻ്റെ കാൽപ്പാത്തി കൊണ്ടുവെക്കുന്നു. ഹന്ന എന്ന അമ്മ തൻ്റെ മകനാകുന്ന സമൂവേലിനെ ഏലിപ്രവാചൻ്റെ അടുക്കൽ കൊണ്ടുവച്ചതുപോലെ ഞങ്ങളുടെ തലമുറകളെ നിൻ്റെ കാൽപ്പാത്തി കൊണ്ടുവന്ന് വെച്ച് തരുന്നു. നിൻ്റെ ബുദ്ധിയും ജ്ഞാനവും വിവേകവും അവർക്ക് ഇട്ടുകൊടുത്ത് ഏകസത്യ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നീ യോദ്ധാവായിട്ട് 100 ആടുകളിൽ 99 ആടുകളെ ഇട്ടേച്ച് ഒരാട് നഷ്ടപ്പെട്ടതിൻ്റെ പുറകെ പോകുന്ന ദൈവം പിടിച്ചു കൊണ്ടുവരുന്ന സ്നേഹത്തിന് സ്തോത്രം. മുടിയനായ പുത്രൻ തിരിച്ചു വരുന്നത് പോലെ വരണ്ട ദേശത്ത് നടക്കുന്ന മക്കളെല്ലാം എൻ്റെ ദൈവമേ തിരിച്ചു വന്ന് നിൻ്റെ ജീവ ഉറവിൽ നിന്ന് വെള്ളം കുടി. ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, മക്കൾ, അമ്മയപ്പന്മാർ ആരാണ് മാറി നിൽക്കുന്നത്? വരണ്ട ദേശത്തുനിന്ന് ഒരു തിരിച്ചു കടന്നു വരട്ടെ. ഇതാ കിണർ, ഈ പൂർവ്വന്മാർ പിതാക്കന്മാരുടെ രാജദണ്ഡുകൊണ്ട് കുഴിച്ച കിണർ, വെള്ളമേ പൊങ്ങിവ, കിണറേ പൊങ്ങിവ. അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നതിന് സ്തോത്രം. അതേ കർത്താവേ, പുതിയ നിയമത്തിൽ കിണറ്റിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവവെള്ളം പുറത്തു വരുന്നു. യോഹന്നാൻ്റെ 7:37 നീ പറയുന്ന കർത്താവേ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പ്രാർത്ഥനയായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.